ഹലോ ഗേസ്, ഞാൻ നിങ്ങളുടെ മിനി. ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പട്ടയംകാവിലേന്ന്, അതായത് വണ്ണപ്പുറം റൂട്ട്, പെരിങ്ങാശ്ശേരി വണ്ണപ്പുറം ആ റൂട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വെയിലായതുകൊണ്ട് നമുക്കൊന്നും തന്നെ കാണത്തില്ല. ഞാനിന്ന് തൊടുപുഴ വരെ പോയി കേട്ടോ രാവിലെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിങ്ങ് പോരാന്ന് വെച്ചു. അതെങ്ങനെയല്ല, കടയിലൊന്ന് കയറണമായിരുന്നു എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല ഞാൻ. ഇതിപ്പോൾ തെളിച്ചുണ്ടാവും എന്നറിയാൻ പാടില്ല, നല്ല വെയിലാണ്. അപ്പം ചുമ്മാ ഞാൻ എടുത്തതേ ഉള്ളൂ. ഞാനെന്നേരം ഓർത്തേ, ഒരു സൈസ് പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്നറിയാം. ഈ കൊങ്ങിണി പോലെ ഇരിക്കും ഇത്. കൊങ്ങിണിയുടെ മറ്റൊരു വർഗ്ഗഭേദമാണേ. ഇത് രസമെന്ന് നോക്കി കാണാൻ. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്പ് ഒടിക്കാമെന്ന് ഓർത്ത് കേട്ടോ ഞാൻ ഇതിൻ്റെ വന്നേ. ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട്. വീട്ടിൽ എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്നേ. ഒടിഞ്ഞ് വരുമോയെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒടിച്ചുകൊണ്ടിരിക്കുക ഇത്. ആരെയാണ് മറ്റേ നമുക്കറിയില്ല. ഇവിടെ ഒരു വീട്ടുകാരെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതുണ്ടോ കൊങ്ങിണി? ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ ഇതിനകത്ത്. കിട്ടിയിട്ടോ, ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് വളമിട്ട് നടണം. ഉണ്ടോ എന്തോ ഭംഗിയെന്ന് നോക്കി. അതിന് കാണാൻ തന്നെ പല കളറിലുള്ള പൂവാണ് ഇത്. അത് വേറൊരു കളറ്, ഈ കൊമ്പുണ്ട് അത് വേറൊരു കളറ്, ഇത് വേറൊരു കളറ്, ഇത് വേറൊരു കളറ്, അങ്ങനെ പല കളറിലുള്ള പൂവാണ്. അപ്പോൾ ഇതാ ഞാൻ ഓട്ടോ വിളിക്കാത്ത. ഇന്ന് ഇത് കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കി. കാണാൻ നല്ല രസമില്ലേ? അപ്പം ഞാൻ ഓട്ടോ വിളിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ് കാരണം. അതുപോലെ തന്നെ മഞ്ഞക്കോളാമ്പി, ഇഷ്ടം പോലെ മഞ്ഞക്കോളാമ്പി. ഇതുണ്ട്. ഈ പൂക്കളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ. അതൊരു കൊങ്ങിണിയെ തന്നെ ഒരു 5-6 കളറിലുള്ള പൂക്കളാണ്. ചിലത് വയലറ്റുണ്ട്, ചിലത് മഞ്ഞ, ചിലത് റോസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാനതുകൊണ്ട് നിങ്ങളെ ഇതിൽ വന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് പോവാം. ചെടി ഇഷ്ടപ്പെടുന്നവർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെടിയൊക്കെ. ചെടിയെന്ന് തന്നെയല്ല, കൃഷിയോടും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ വന്ന് ഇതിൻ്റെ ഒന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്തു. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കുക കാണാൻ. നല്ല രസമില്ലേ? ചുമ്മാ ഒരു രസം. അപ്പോൾ നമുക്ക് കാര്യം നാടൻ ചെടികളാണ്, പക്ഷേ അതൊരു വെറൈറ്റി ആട്ടോ. അതൊരു വെറൈറ്റി ചെടിയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. നല്ല രസമില്ലേ കാണാനൊക്കെ? അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ. പലതരം ചെടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് എടുത്തത് തന്നെ. പിന്നെ ഇതിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കുറേ നടക്കാം എന്ന് ഓർത്തു. ഇച്ചിരി വെയിലുള്ളെങ്കിലും ഞങ്ങൾ ഇടവെട്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. എത്രയും വെയിലില്ലാന്ന് എനിക്ക് തോന്നണം ഇതിൽ വരുന്നത്. ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. പിന്നെ എൻ്റെ മരുന്ന് തീർന്നായിരുന്നു, അതൊന്ന് എടുക്കാൻ പോയി, അത് മേടിക്കാൻ പോയി. അങ്ങനെയൊക്കെ അങ്ങ് രാവിലെ പോയി. രാവിലെ 2 അമ്പലത്തിൽ പോയി. അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ
ഉണ്ടാവില്ല പട്ടയംകവല അല്ലേ. പട്ടയംകവല എന്ന് പറഞ്ഞാൽ നല്ല, പണ്ട് ഞാനൊക്കെ വരുമ്പോൾ ചെറിയ സ്ഥലമായിരുന്നു. ഇപ്പം നല്ല തിരക്ക്, അതായത് തൊടുപുഴ ടൗൺ പോലെയായി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശംഖുപുഷ്പം? പണ്ട് ഒരു പൂവുണ്ടായിരുന്നു കേട്ടോ, ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു പിന്നെ ഈ പൂ കണ്ടിട്ടുണ്ടോ? ഇതൊരു വെറൈറ്റി ആട്ടോ. പണ്ട് ഇതിന് നക്ഷത്രമുല്ല എന്നെങ്ങാണ്ട് പറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുണ്ടോ ശംഖുപുഷ്പം കണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം അങ്ങനെ വെറൈറ്റി മോഡലുള്ള ചെടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇന്നാൾ ഇതിലെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ട് പോയതാട്ടോ ഇതെല്ലാം. അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ നോക്കും. ശംഖുപുഷ്പം. അപ്പോൾ ഇതാണ് പട്ടയംകവല. പട്ടയംകവലയിൽ വരുന്ന വഴി. ഇനി കുറേ നടന്ന് കഴിയുമ്പോൾ എൻ്റെ കെട്ടിക്കൊണ്ട് വന്ന വീട്ടിൽ വരും. അവിടെ വരുമ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് പിന്നെ കാണാം.